കണ്ണൂരിൻ്റെ ട്രഡീഷണൽ വിഭവമായ കൊക്കപ്പമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിന് വാരിച്ചുട്ടപ്പം എന്നും പറയാറുണ്ട്. കണ്ണൂരിലെ പുതിയാപ്പിള തക്കാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണിത്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ബീഫ് കറിയോ ചിക്കൻ കറിയോ കൂടി ഉണ്ടെങ്കിൽ ഇത് പിന്നെ പറയാനേ ഇല്ല. വളരെ ടേസ്റ്റാണ് കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കൊക്കപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. ഈ കപ്പിൻ്റെ അളവിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്, 240 ml അളവിൽ. ഇനി ഇതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ചോറ് ചേർക്കണം. ചോറ് കപ്പിൽ നന്നായിട്ട് അമർത്തി വെച്ചിട്ടാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. അങ്ങനെ 1 കപ്പ് ചോറ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. 1 കപ്പിന് 1 മുട്ട എന്നതാണ് കണക്ക്. അതായത് 1 കപ്പ് പച്ചരിക്ക് 1 മുട്ട. ഇതിപ്പോൾ 2 കപ്പ് പച്ചരി ഉള്ളതുകൊണ്ട് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴവും പഞ്ചസാരയും കൂടി ചേർക്കാം, ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇഷ്ടമുള്ളത് ചേർക്കാം. മധുരത്തോടു കൂടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ മധുരമില്ലാത്ത കൊക്കപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പകുതി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. നല്ല കട്ടിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. കാരണം നമുക്കിത് കയ്യിൽ വാരിയെടുത്തിട്ട് ചുട്ടെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അരിയുടെ വളരെ താഴെയായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതുപോലെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ല കട്ടിയിൽ അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ഇത്രയും നല്ല കട്ടിയിൽ വേണം ഈ അരി അരച്ചെടുക്കാൻ. ഇതുപോലെ നമുക്ക് മുഴുവൻ അരിയും അരച്ചെടുക്കണം. ഇതിലേക്കും അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. നമ്മൾ മിക്സിങ്ങിനെ ചരിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ഉണ്ടാവാനും പാടുള്ളൂ. ബാക്കിയുള്ള അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരി നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ മിക്സിയിൽ നിന്നും താഴെ വരുന്നില്ല. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ബൗളിലേക്ക് ഇടാം. ഇത്രയും കട്ടിയിൽ ഇത് അരച്ചെടുത്തെങ്കിൽ നമുക്കിത് വെളിച്ചെണ്ണയിലേക്ക് വാരിയിടാൻ കഴിയുകയുള്ളൂ കൈ ഉപയോഗിച്ചിട്ട്. അതിനാണ് ഇത്രയും കട്ടിയിൽ ഇത് അരച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ചധികം ഒഴിക്കേണ്ടി വരും. ഈ അപ്പം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ അരച്ച് വെച്ച അരിയിൽ നിന്നും കയ്യിൽ ഇതുപോലെ വാരിയെടുത്തിട്ട് കൈയിൻ്റെ അടിഭാഗത്തോടു കൂടി ഇതുപോലെ നീളത്തിൽ വലിച്ചെടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കൈയിൻ്റെ അടിഭാഗത്തോടു കൂടിയാണ് ഞാനിത് വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നത്. അല്പം നീളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയ കൊക്ക് പോലെ വരും. അതുകൊണ്ടായിരിക്കും ഇതിന് കൊക്കപ്പം എന്ന് പറയുന്നത്. നമ്മളിതുപോലെ അരിമാവ് വലിച്ച് നീളത്തിലാക്കി ഇടുന്ന സമയത്ത് അതിൻ്റെ അറ്റം ഒരു കൊക്ക് പോലെയാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നീളത്തിൽ വലിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കൂട്ട് ശരിയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രം മതി. നീളത്തിൽ കൊക്ക് പോലെ വലിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഏത് ഷേപ്പിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്കത് മാത്രം കിട്ടിയാൽ മതി. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ മൊരിയാനൊന്നും നിൽക്കണ്ട. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ചെറിയൊരു യെല്ലോ കളർ പോലെയാണ് ഉണ്ടാവുക. കാരണം നമ്മൾ 2 മുട്ട ചേർത്തതുകൊണ്ട് നല്ലൊരു കളറ് കിട്ടും ഇതിന്. അതുപോലെ ഇതിൽ കുറേ ചോറും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പം വളരെ സോഫ്റ്റ് ആയിരിക്കും. കറിയും കൂട്ടി കഴിക്കാൻ അതുകൊണ്ട് വളരെ നല്ലതാണ്. ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വലിച്ചെടുത്തോളും. ഇതുപോലെ നമുക്ക് മുഴുവൻ അപ്പവും ഉണ്ടാക്കിയെടുക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഷേപ്പിൽ തന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നുള്ളിയിട്ടപ്പം പോലെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു അപ്പമായിരിക്കും, കാരണം ഇതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. ഇതുപോലെ നമുക്ക് മുഴുവൻ വാരിച്ചുട്ടപ്പവും അല്ലെങ്കിൽ കൊക്കപ്പവും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊക്കപ്പം മുഴുവനും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് കറിയുടെ കൂടെ ഇത് കഴിച്ചാൽ മതി. വളരെ ടേസ്റ്റാണ്. ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ മത്തി മുളകിട്ടത് എന്തായാലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ഈ അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്